ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ചു, പിന്നെ കൂലിപ്പണി എടുത്തു, പിന്നെ ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്തു. 1975 സിനിമാ ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ആയി. ഇന്ന് സിനിമാ ഫീൽഡിൽ ഒരു ഇതിഹാസമായിട്ട് മാറിയ ഒരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, സൂപ്പർ സ്റ്റാർ രജനികാന്ത്. നമ്മൾ ഓഡിയൻസിനെ 3 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് മീ. ഞാൻ 3ാമത്തെ കാറ്റഗറിയാണ്. ആദ്യത്തെ 2 കാറ്റഗറി എന്തോ ഞാൻ പറഞ്ഞേക്കാം. ഫസ്റ്റ് വണ് എന്തുവാടെ ഇത്, എപ്പോ നോക്കിയാലും രജനികാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ. സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ, സൂപ്പർ സ്റ്റാർ, നമ്മുടെ തലവർ, എന്ന് മാസാണ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ. പിന്നെ തേർഡ് വൺ, എന്നെ പോലത്തെ ആൾക്കാർ. അതെന്തുകൊണ്ടാണ് ഈ രജനികാന്തിന് ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നത്? അതേപോലെ തന്നെ രജനികാന്തിന് ഇഷ്ടപ്പെടാത്ത ചിലരും ഉണ്ട്. അതും എന്തുകൊണ്ടാണ്? അങ്ങനെ 3ാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരുടെ വ്യൂവിൽ നിന്ന് രജനികാന്തിന്റെ ലൈഫ് നമ്മൾ കാണാൻ പോവാണ്. ആരാണ് രജനികാന്ത്? ഹൗ ഡിഡ് ഹി ബിക്കം എ സൂപ്പർ സ്റ്റാർ? ഈ സൂപ്പർ സ്റ്റാർ എന്നൊരു ലെവൽ വരെ എത്താൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നാണക്കേടുകൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ മറികടന്ന് ഒരു ബസ് കണ്ടക്ടർ സൂപ്പർ സ്റ്റാർ ആയി എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് മൊത്തം തടസ്സങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ മോളവിത്ത ദൈവങ്ങളാണ് തമിഴക മക്കളെ. അതാ നമ്മ പാട്ട്. இது எப்படி இருக்கு? யாரு செட்டிங்க? பாஷா, இது சூர்யா சார். மாணிக் பாஷா. கெட்ட பைய சார் அவன். ஒரு சாரி. ஓஷி. நீ விடுவேன். இதுதான் ரஜினி ஸ்டைல். ஓகே. நான் யானை இல்லை, குதிரை. யானை விழுந்தா எந்திரிக்க ரொம்ப டைம் ஆகும். நான் குதிரை சக்கன் எந்திரிப்பேன். കർണാടകയിൽ ഡിസംബർ 12, 1950 രാമോജിറാവ് ഗൈക്വാഡിനും ജീജാബായ് ഗൈക്വാഡിനും ജനിച്ച 4ാമത്തെ കുഞ്ഞാണ് ശിവാജി റാവ് ഗൈക്വാഡ്. 8 വയസ്സായപ്പോ അമ്മ മരിച്ചു. പിന്നെ ഫാമിലിയിൽ ബുദ്ധിമുട്ട് കാരണം കൂലിപ്പണിക്ക് പോകുന്നു. പിന്നീട് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത ആളാണ് ശിവാജി റാവ് ഗൈക്വാഡ്. ഫ്രീ ടൈമിൽ ഈ സ്റ്റേജ് നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലോട്ടുള്ള ഇൻട്രസ്റ്റ് രജനികാന്തിന് വരുന്നത്. ബട്ട് രജനിയുടെ അച്ഛന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈവനിങ് കോളേജിൽ പോയി പഠിക്കുക, അതായത് രാവിലെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഈവനിങ് കോളേജിൽ പോയി പഠിച്ചിട്ട് ഒരു വലിയ പോലീസ് ഓഫീസർ ആകാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അതേപോലെ തന്നെ കുറെ പേർ കളിയാക്കുന്നുണ്ട്. എടാവേ, സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല വെളുത്തിരിക്കണം, നല്ല കളർ വേണം, അല്ലാതെ കറുത്തിരിക്കുന്ന നീയൊക്കെ പോയിട്ട് സിനിമയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അന്ന് തൊട്ട് നോക്കിക്കേ, ഈ തമിഴ് സിനിമയില് MGR, ശിവാജി, ഇവർ 2 പേരും വെളുത്തായിരിക്കുന്നത്. ജെമിനി ഗണേശനും വെളുത്തായിരിക്കുന്നത്. പിന്നെ വന്ന കമൽഹാസനും വെളുത്തായിരിക്കുന്നത്. അപ്പൊ കറുത്തിരിക്കുന്ന ആളെ ഈ ലോകം ഒരു ഹീറോ ആയിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ബട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ സിനിമയിലുള്ള ഇൻട്രസ്റ്റ് വെച്ചിട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ അദ്ദേഹം കണ്ടക്ടർ ആണല്ലോ. അപ്പൊ കണ്ടക്ടർ ജോലിക്ക് ഒരു ലോങ് ലീവ് എടുത്തു. അതായത് 2 വർഷത്തേക്ക് ഒരു ലോങ് ലീവ് എടുത്തിട്ട് നേരെ ചെന്നൈയിലേക്ക് വരുന്നു. വന്ന് മെഡ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് പഠിക്കുന്നു. അങ്ങനെ ഏകദേശം ആ കോഴ്സ് തീരാറായപ്പോ കെ ബാലചന്ദർ എന്ന ആ ടൈമിൽ ഏറ്റവും വലിയ ഡയറക്ടർ അദ്ദേഹം അവിടെ വരുന്നു. സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ഫൈനലി രജനി ഒരു ചോദ്യം ചോദിക്കുന്നു. ആൾക്ക് തമിഴ് അത്ര നല്ല വശമല്ല, അതുകൊണ്ട് സ്റ്റൈലായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നു. അതെന്താന്ന് വെച്ചാല്, ഒരു നടന്റെ അടുത്തു നിന്ന് അദ്ദേഹത്തിന്റെ അഭിനയം അല്ലാതെ വേറെ എന്താണ് സർ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് ബാലചന്ദ്രൻ പറഞ്ഞു, ഒരു നടൻ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ അഭിനയിക്കാവൂ, അല്ലാതെ ജീവിതത്തിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലചന്ദർ രജനിയെ നോട്ട് ചെയ്യുന്നത്. ആ ചോദ്യം രജനികാന്ത് ചോദിച്ച രീതി, സ്റ്റൈല് ബാലചന്ദ്രന് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാലചന്ദറിന്റെ അസിസ്റ്റന്റ് വന്നിട്ട്, ബാലചന്ദ്രൻ സർ നിന്നെ കാണണമെന്ന് പറഞ്ഞു, അദ്ദേഹം നിന്നെ വിളിക്കും, നീ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രജനികാന്തിന് ഭയങ്കര സന്തോഷമായി. ബാലചന്ദ്ര സർ വിളിക്കും എന്ന് കരുതി 15 ദിവസത്തോളം വെയിറ്റ് ചെയ്തു. വിളിയൊന്നും വന്നില്ല. അപ്പൊ പുള്ളിക്ക് തന്നെ മനസ്സിലായി, എല്ലാരോടും ഇങ്ങനെ ചുമ്മാ പറയത്തില്ലേ വിളിക്കാം എന്നൊക്കെ, അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ആൾക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു ലെറ്റർ വരുന്നു. നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് രജനികാന്തിന്റെ ചേട്ടനാണ് ലെറ്റർ അയച്ചേക്കുന്നത്. അപ്പൊ രജനി വിചാരിച്ചു, എന്തായാലും ചാൻസ് ഒന്നും കിട്ടിയില്ല, നമ്മൾ എന്തായാലും തിരിച്ച് ബാംഗ്ലൂർ തന്നെ പോയേക്കാം, അവിടെ പോയിട്ട് പിന്നെയും കണ്ടക്ടറായിട്ട് തന്നെ ജോലി ചെയ്തേക്കാം എന്ന് കരുതി
തിരിച്ച് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറുവാണ് ബാംഗ്ലൂരിലേക്ക്. ബട്ട് നാട്ടിൽ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പുള്ളി കുറേ ദിവസം ലീവിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന്. അതോടെ തീർന്നു. ആൾക്കാരൊക്കെ ഇദ്ദേഹം അഭിനയം പഠിക്കാൻ പോയപ്പോഴേ ഇരുന്ന് കളിയാക്കുമായിരുന്നു. ഇപ്പോൾ ജോലിയും കൂടി പോയി, അപ്പൊ വെറുതെ വിടുവോ? മുഖത്ത് നോക്കി പുച്ഛിക്കാൻ തുടങ്ങി. നല്ലൊരു കണ്ടക്ടർ ജോലി, നല്ലൊരു സർക്കാർ ജോലി കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴേ ഒന്നും ഇല്ലാതെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോ അദ്ദേഹം തീരുമാനിക്കുന്നു, നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല, ആകപ്പാടെ ഉള്ളത് അഭിമാനമാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് നാട്ടുകാരുടെ വായിരിക്കുന്നത് കേൾക്കണ്ട, തിരിച്ച് ചെന്നൈ പോയിട്ട് അവിടെ പോയി ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ചെന്നൈയിൽ പിന്നെയും വന്നു. കുറെ ഇടത്ത് ചാൻസ് ചോദിച്ച് നടക്കുമായിരുന്നു. അപ്പൊ അസോസിയേറ്റ് ഡയറക്ടർ ശർമ്മ എന്നൊരാള് രജനീകാന്തിനെ കാണാൻ വന്നിട്ട് ഡയറക്ടർ ബാലചന്ദർ നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ തന്നെ രജനീകാന്ത് നേരെ ബാലചന്ദറിന്റെ ഓഫീസിലേക്ക് ചാടിക്കേറി പോകുന്നു. പക്ഷെ പോയാലും ആൾക്കൊരു ചെറിയ പേടി. കാരണം ആൾക്ക് തമിഴ് അത്ര നന്നായിട്ട് അറിയത്തില്ല. കാരണം പുള്ളി കന്നഡയാണല്ലോ, തമിഴ് അത്ര ഒരു ഫ്ലോ അത്ര നന്നായിട്ടൊന്നും വരത്തില്ല. അപ്പൊ ബാലചന്ദർ പറയുന്നു, ഞാൻ നിന്റെ അഭിനയം കണ്ടിട്ടില്ല, നീ എന്തേലും ഒന്ന് അഭിനയിച്ചേ എന്ന് പറയുന്നു. തുക്ലക് എന്ന നാടകത്തിൽ നിന്ന് ഒരു സീൻ അഭിനയിച്ച് കാണിക്കുന്നു രജനി. അപ്പൊ ബാലചന്ദർ പറഞ്ഞു, ഇപ്പൊ ഞാൻ അപൂർവ രാഗങ്ങൾ എന്നൊരു സിനിമ എടുക്കുവാണ്, അതിലൊരു റോൾ ഉണ്ട്, ഒരു ചെറിയ റോളാണ്, ബട്ട് അത് നല്ല പവർഫുൾ റോളാണ്, ആ റോള് നിന്നെ അഭിനയിപ്പിക്കാൻ പോവാണ് എന്ന് പറയുന്നു. രജനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ശരി, നിന്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് പോക്കോ, സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദർ സർ അങ്ങ് പോയി. ഓ, ഇതും നേരത്തെ പോലെ പിന്നെയും വിളിക്കത്തില്ലായിരിക്കും എന്ന് രജനീകാന്ത് വിചാരിച്ചു. ബട്ട് ബാലചന്ദർ വിളിച്ചു. അങ്ങനെ കെ ബാലചന്ദർ ഡയറക്ട് ചെയ്ത് അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നു. ആ സിനിമയിലെന്നല്ല, മൊത്തത്തിൽ രജനീകാന്തിന്റെ സിനിമ കരിയറിൽ തന്നെ അദ്ദേഹം അഭിനയിച്ച ഫസ്റ്റ് സീന് ഇതാണ്. யார் நீங்க? பைரவி வீடு இதானே? ஆமா, நீங்க யாரு? சொல்லுங்க சார், யார் நீங்க? அவருடைய புருஷன். ആ അപൂർവ രാഗങ്ങൾ സിനിമ റിലീസായപ്പോ എല്ലാവരും ബാലചന്ദ്രനോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഒരു ഹീറോ ആകാനുള്ള ഒരു പേഴ്സണാലിറ്റിയും ഒന്നുമില്ലാത്ത ഒരാള്, എന്തിനാണ് അങ്ങനെ ഒരാളിനെ നിങ്ങൾ സിനിമയിൽ സെലക്ട് ചെയ്തേ എന്ന്. അന്ന് ബാലചന്ദ്രൻ പറഞ്ഞു, ശിവാജി റാവുടെ കണ്ണുകളിൽ ഒരു പവർ ഉണ്ട്, ഒരു ഫയർ ഉണ്ട്, അത് കണ്ടിട്ടാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്തേ എന്ന് പറഞ്ഞു. അതേ ഡയറക്ടർ കെ ബാലചന്ദ്രനാണ് രജനീകാന്തിന്റെ അടുത്ത് ശിവാജി എന്ന് പറഞ്ഞിട്ട്, ശിവാജി റാവു എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. അപ്പോൾ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു, ശിവാജി എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു ആക്ടർ ഉണ്ട് തമിഴ്നാട്ടിൽ, വലിയ ഫേമസ് ആക്ടർ, അപ്പോൾ പിന്നെയും നിന്റെ പേര് ശിവാജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ് ആയി പോവും, അതുകൊണ്ട് അത് വേണ്ട, നിനക്ക് ഞാൻ വേറൊരു പേരിടാം എന്ന് പറഞ്ഞ് രജനീകാന്ത് എന്ന പുതിയ പേര് ശിവാജി റാവുന് ഇട്ടുകൊടുത്തു. അപൂർവ രാഗങ്ങൾ സിനിമയിൽ ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ രജനീകാന്ത്. ആ സിനിമയുടെ ഹീറോ കമൽഹാസനാണ്. അതിനുശേഷം ബാക്ക് ടു ബാക്ക് അടുത്ത ഒരു 13 സിനിമയിൽ വില്ലനായിട്ടും ആന്റി ഹീറോ ആയിട്ടും അഭിനയിച്ചു വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഭൈരവി എന്ന സിനിമയിൽ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി. അവിടെ നിന്നാണ് രജനീകാന്തിന് ഹീറോ ക്യാരക്ടറും പറ്റും എന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ വളർന്നു വന്ന രജനീകാന്ത് തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, എന്തിന് ഹോളിവുഡ് സിനിമയിൽ വരെ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ 100ാമത്തെ സിനിമ ശ്രീ രാഘവേന്ദ്രർ ആയിരുന്നു. പൊതുവെ എല്ലാ ഹീറോസിന്റെയും 100ാമത്തെ സിനിമ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരിക്കും, ബട്ട് രജനീകാന്തിന്റെ ഒരു ഫ്ലോപ്പ് സിനിമ ആയിരുന്നു. അതിനുശേഷമാണ് 1988 ഹോളിവുഡില് ബ്ലഡ് സ്റ്റോൺ എന്ന ഇംഗ്ലീഷ് സിനിമ രജനീകാന്ത് അഭിനയിച്ചത്. 1975 മുതൽ ഇന്ന് വരെ കറന്റ് ട്രെൻഡിലുള്ള സിനിമകൾ തെരഞ്ഞു പിടിച്ച് അഭിനയിക്കുന്ന ഒരാളാണ് രജനീകാന്ത്. അതിനുശേഷം അഭിനയിച്ച 3 മുഖം, തളപതി, മന്നൻ, ഉഴൈപ്പാളി, ഇതുവരെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എന്ന് പറയാം. ആ ഒരു ലെവൽ വരെ ഇത്രയും സിനിമകൾ. അതിനുശേഷം രജനീകാന്തിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് 1990s ആണ്, അതായത് 1990കളാണ്. ആ സമയത്താണ് അണ്ണാമലൈ, മുത്തു, ഭാഷ, അരുണാചലം, പടയപ്പ, ഇതൊക്കെ ചരിത്രപരമായ വിജയമായിരുന്നു. ഈ സിനിമ ഒക്കെയാണ് രജനീകാന്തിനെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ എന്നൊരു ലെവലിലേക്ക് മാറ്റിയത്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, രജനീകാന്തിന്റെ ലൈഫ് സ്റ്റോറി CBSE ബോർഡ് 8th സ്റ്റാൻഡേർഡ് ബുക്കിൽ ഫ്രം എ ബസ് കണ്ടക്ടർ ടു എ ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞ് ഒരു ലെസൺ തന്നെയുണ്ട്. അതായത് സ്കൂൾ പിള്ളേർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ ഒരു പാഠം തന്നെയുണ്ട്, ഒരു ബുക്ക് തന്നെയുണ്ട്, ഒരു ലെസൺ തന്നെയുണ്ട്. പിന്നെ ഒരു ഫൺ ഫാക്ടും കൂടി, മമ്മൂട്ടിയും രജനീകാന്തും അഭിനയിച്ച
തലപതി സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു എന്നാ കൂടുതൽ ആൾക്കാരും പറയുന്നത്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ ശരിക്കും മരിക്കുന്നത് മമ്മൂട്ടിയാണ്. ബട്ട് പലരും പറയുന്നത് മമ്മൂട്ടിയല്ല, ഫസ്റ്റ് രജനീകാന്ത് മരിച്ചു പോകുന്നതായിട്ടായിരുന്നു എടുത്തത്. പിന്നെ ഫാൻസ് സമ്മതിക്കാത്തത് കൊണ്ടാണ് മമ്മൂട്ടി മരിച്ചു പോകുന്നതായിട്ട് റീഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞു. എന്നാൽ അത് കള്ളമാണ്. ഇത് ആ സിനിമയുടെ ഡയറക്ടർ മണിരത്നം തന്നെ പറഞ്ഞിട്ടുണ്ട്. அப்படின்னு யார் சொன்னாங்க உங்களுக்கு? அப்படி நான் ஸோ கேட்டதெல்லாம் நம்பிடுவீங்களா? இதில் அவர் இறந்துருவார், இன்னொருதுல வெரி ஈஸி தான் சொல்றது. ஈவனே ஒரு கிளைமேக்ஸ் ஷூட் பண்ணுறதுக்கே கையில் பணம் இருக்காது. நீங்கள் இங்கே 2 கிளைமேக்ஸ் எல்லாம் கிடையாது. தேங்க்ஸ் ப்ரோ. സിനിമയ്ക്ക് ഒറ്റ ക്ലൈമാക്സേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെയാണ് ഷൂട്ട് ചെയ്തതും എന്ന് പുള്ളി ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു. ഇപ്പോ രജനീകാന്തിനെ കുറെ പേർ കളിയാക്കുന്നുണ്ടായിരിക്കും. രജനീകാന്ത് ഈ പ്രായത്തിൽ അഭിനയിക്കുന്നു, നിർത്തിയിട്ട് പോകാനുള്ളത് പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, രജനീകാന്ത് അങ്ങനെയാണ്, രജനീകാന്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേർ കളിയാക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോ ഈ രജനീകാന്തും വിജയ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്, ആരാണ് അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും രജനീകാന്തിന് ഒരു പുത്തരിയല്ല. കാരണം രജനീകാന്തിന് പണ്ട് തൊട്ടേ, അതായത് 1975 തൊട്ടേ ഇഷ്ടം പോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പണ്ട് കമൽഹാസനും രജനീകാന്തും ആയിരുന്നു, പിന്നെ വിജയകാന്തും രജനീകാന്തും ആയിരുന്നു, ഇപ്പോ വിജയും രജനീകാന്തും. കോമ്പറ്റീറ്റേഴ്സിന്റെ പേര് ഇങ്ങനെ മാറി മാറി വരുക, ബട്ട് ഓപ്പണന്റിന്റെ പേര് രജനീകാന്ത് എന്ന് തന്നെയാണ്. തമിഴ്നാടിന് അന്നും ഇന്നും എന്നും ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് രജനീകാന്തിന്റെ കട്ട ഫാൻസ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.